തലേ ദിവസത്തെ മീൻകറിയില്ലേ, ആ മീൻകറിയുടെ ചാറ്, അതും പ്രത്യേകിച്ച് മത്തിക്കറി, മാങ്ങയൊക്കെ വെച്ച മത്തിക്കറിയുടെ ചാറും കൂട്ടും കൂടി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പറഞ്ഞപ്പോൾ തന്നെ വയറ് വെള്ളം വന്നത് കാര്യം പറഞ്ഞത്. ഒരാൾക്ക് പുട്ട്, ഒരാൾക്ക് ദോശ, ഇതൊക്കെയാണ് ഇവിടുത്തെ കലാപരിപാടികൾ. രാവിലെ ഇങ്ങനത്തെ ക്ലീശ അലമ്പ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എല്ലായിടത്തെയും പോലെ ഏറെക്കുറെ എല്ലായിടത്തും അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ ഇത്ര നാളായിട്ട് അറിയില്ലേ, എന്ത് കാര്യത്തിൽ ഞാനതൊക്കെ കേൾക്കണം, ഞാൻ ഉണ്ട് ചെയ്യും. ഹായ്, പാത്തൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു ഐറ്റം, അതാണ് ഫാസ്റ്റ് മാത്രമല്ല കേട്ടോ, മൊത്തത്തിൽ നമുക്ക് ദോശയുടെ ഒപ്പം ഇഡ്ഡലിയുടെ ഒപ്പം മുക്കാൻ പറ്റില്ല, ദോശ, പുട്ട്, അപ്പം, അതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം. അപ്പോൾ ആദ്യം കുതിർത്തി വെച്ച് ചെറുപയർ കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 10-20 ഉള്ളിയൊക്കെ ഉണ്ടാവും അല്ലേ. ഉള്ളി നമ്മൾ അരിയുന്നൊന്നുമില്ല, അതങ്ങനെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു വലിയ 5 വെളുത്തുള്ളി, ഒരു ഇഞ്ചി, അതൊന്ന് അരിഞ്ഞിട്ടേക്കാം. പച്ചമുളക്, തക്കാളി, ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞിട്ടേക്കാം. അപ്പോൾ ഇഞ്ചി കടിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഉപ്പിട്ടു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് നേരെ തേങ്ങ, കുറച്ച് ജീരകം കൂടെയൊക്കെ ഇട്ട് അരച്ച് ഇടാം. നമ്മളിങ്ങനെ കുതിർത്തി വെച്ചിരുന്ന കാരണം ഒരു 2 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താ പറയുക, അതിൻ്റെ ചൂട് മാറുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഇത്രയും തേങ്ങ ഒന്നും വേണ്ട കേട്ടോ, എനിക്ക് വേറെ ആവശ്യമുണ്ട്. തേങ്ങയും ജീരകവും കൂടെ അരച്ചിടുന്നുണ്ട്. കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്ന സിമ്പിൾ, നിങ്ങൾക്കറിയാവുന്നതൊക്കെയാണല്ലോ എന്നൊക്കെ. പക്ഷേ രാവിലെ തന്നെ എന്താ പറയുക, ചെറുപയർ കഴിക്കാമെന്ന് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചൂട് കാലത്ത് ചെറുപയർ, ഉഴുന്ന്, അങ്ങനത്തെ ഐറ്റംസൊക്കെ മാക്സിമം ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കുക. ഈ പരുവത്തിൽ അരച്ചെടുത്തിട്ടുള്ളത് ഭയങ്കര സോഫ്റ്റായിട്ടല്ല, ഒന്ന് ഉടച്ചെടുക്കണം. കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഇളക്കി ഉടച്ചെടുക്കും. ബാക്ക് സൈഡ് വെച്ച് നമുക്കൊന്ന് നൈസായിട്ട്. തക്കാളി ഇതിൽ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി ഇടണമെന്ന് നിർബന്ധമില്ല. എനിക്കൊരു ചെറിയ പുളി ഫീലും കൂടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ തക്കാളി ഇടുന്നത്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച് ഈ തേങ്ങയും ജീരകവും ഉള്ള അരപ്പ് അങ്ങോട്ട് ഇടാം. അപ്പോൾ ഇത് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒന്ന് എന്താ പറയുക, അരച്ച തേങ്ങയുടെയും ജീരകത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പച്ചമണം പോകാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് ചൂടാക്കി എടുക്കുക. പൊതുവെ ഭയങ്കര ചൂട് വേനൽക്കാലമാണല്ലോ, അപ്പോൾ നമ്മൾ കുറേ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും. എങ്കിലും നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കുറച്ചും കൂടി തണുപ്പ് കിട്ടുന്ന ഐറ്റംസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ കാലത്തെ ഇഡ്ഡലി, ദോശ, അപ്പം അരി, ഉഴുന്നൊക്കെ, ഉലുവയൊക്കെ നിറയെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നല്ലതായിരിക്കും ഈ ഒരു സമയത്ത് അങ്ങനെ കഴിക്കാൻ. അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ചെറുപയറിൻ്റെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കുക. അത് പല രീതിയിൽ കഴിക്കാം. ചെറുപയർ മുളപ്പിച്ചിട്ടോ, അല്ലെങ്കിൽ മൈക്രോ ഗ്രീൻസ് ആക്കിയിട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെറുതെ പുഴുങ്ങിയിട്ട് തേങ്ങയിട്ട് കഴിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു കറി പോലെയൊക്കെ ആക്കിയിട്ട് അത് കഴിക്കുക. ഓരോരുത്തരും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്കൂളിൽ ചെറുപയർ തന്നെ പല രീതിയിലായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ചെറുപയർ വെറുതെ പുഴുങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ തേങ്ങയിട്ടതായിരിക്കും, പുഴുങ്ങിയിട്ട് തേങ്ങയിട്ടായിരിക്കും, വെറുതെ കടുകൊക്കെ പൊടിച്ചിട്ടുണ്ടാവും. അതെല്ലാം എല്ലാത്തിനും വേറെ വേറെ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ സമയത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ടൈമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ അങ്ങനെ കിട്ടിയത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് പുതിയ ഐഡിയാസൊക്കെ കിട്ടുമല്ലോ. എന്തായാലും ഹെൽത്തി ആയിരിക്കുന്ന ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റോടുകൂടിയാണ് ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ഇങ്ങനെ എന്നും ചെറുപയർ ഇടുമ്പോഴത്തേക്ക് എനിക്ക് അസ്വസ്ഥതയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഓരോന്നിനും ഓരോ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി ഒഴിക്കേണ്ടത്, നമ്മൾ വെളിച്ചെണ്ണയല്ല ഒഴിക്കുന്നത്. അങ്ങനെ അടപ്പ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ചെറിയ ചൂടിൽ നമുക്ക് നെയ്യാണ് വെച്ചേക്കുന്നത്. പൊതുവേ നമ്മൾ നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും പ്രത്യേക ടേസ്റ്റൊക്കെ ആണല്ലോ. പ്രത്യേകിച്ച് രാവിലെ കഴിക്കുന്ന ഒരു ഇതും കൂടെ ഭക്ഷണം കൂടെ ആകുമ്പോഴത്തേക്ക് കുറച്ച് നല്ല ഹെൽത്തി സാധനവും
കുറച്ചിങ്ങനെ നല്ല സ്മെല്ലൊക്കെ ആകുമ്പോഴത്തേക്കും അത് കാലത്തിന് കഴിക്കാനൊരു സന്തോഷമൊക്കെ തോന്നുന്നു. സംഗതി റെഡി. ഇനിയിപ്പോൾ ഇങ്ങനെ വെളുത്തിരിക്കുന്നത് ആളുകൾക്ക് താല്പര്യമില്ലാന്നാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ അത് മഞ്ഞക്കറി. അപ്പോൾ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പുട്ടാണ്. ദോശയുടെ ഒപ്പവും അപ്പത്തിൻ്റെ ഒപ്പം ഒക്കെ നമുക്ക് കഴിക്കാം. അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം ഡിഫറെൻ്റ് ആണല്ലോ. നിങ്ങൾക്ക് എന്തിൻ്റെ ഒപ്പം കഴിക്കാൻ ഇഷ്ടമുള്ളൂ കൂടെ കമൻറ്റ് ചെയ്തോളൂ. ഞാനത് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ ഇതിൻ്റെ ഒപ്പം പുട്ട് സെറ്റാക്കാൻ പോവാം. രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒറ്റയ്ക്ക് പല പല കാര്യങ്ങളെന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടീനുള്ള വെള്ളം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൽ തന്നെ 2-3 മുട്ട ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും കൂടെ. അതുപോലെ ഒരു പഴം പുഴുങ്ങാൻ വേണ്ടി ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോഴേക്കും നമുക്ക് കുട്ടീനുള്ള സെറ്റ് ചെയ്യാം. അതൊക്കെ വീട്ടിൽ അരിയൊക്കെ വാങ്ങിച്ച് കഴുകി ഊറ്റി ഉണക്കി പൊടിച്ച് വറുത്തെടുത്ത് എന്നിട്ട് അത് ഓരോ പരുവുണ്ട് കേട്ടോ. അപ്പത്തിനുള്ള പരുവം വേറെ, പുട്ടിനുള്ള പരുവം വേറെ ഒക്കെ ആയിട്ട് ചെയ്യുമായിരുന്നു. അമ്മയൊക്കെ ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം അത്രയും കഷ്ടപ്പെടാനൊന്നും ചെയ്യില്ല എന്നാണ് തോന്നുന്നു. ചെയ്യുന്ന ആൾക്കാരുണ്ടോ എടുക്കാൻ വീടുകളിൽ ചെയ്ത് വിൽക്കുന്ന ആൾക്കാരൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറ്റപ്പുട്ടാകുമ്പോഴത്തേക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരെണ്ണം എന്നുള്ള രീതിയിൽ. ഇനി അതിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ആലോചിച്ചാൽ മതിയല്ലോ. എന്നാലും പെട്ടെന്ന് തലയെണ്ണ എളുപ്പമാണ്. പുട്ടിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ 3ആയിട്ടൊക്കെ മുറിച്ചൊക്കെ എടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. എങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് നാളികേരം ഇതിടുമ്പോഴത്തേക്കും പ്രപ്പോർഷനായിട്ട് കറക്റ്റാവില്ല. കാണുമ്പോഴേക്കും എൻ്റെ മോളിനോട് പറയും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ ഇത്ര നാളായിട്ട് അറിയില്ലെങ്കിൽ അത് കേൾക്കണം. തേങ്ങയുടെ അളവ് കുറഞ്ഞു, അതാണ് ഉള്ള പരാതി. എക്സ്ട്രാ കുറച്ച് തേങ്ങയൊക്കെ എടുത്ത് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അന്നത്തെ മൊത്തം എനർജി ആയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പൊതുവെ എല്ലാവരും ഏറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യം ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. ഞാൻ പലപ്പോഴും കാണുമ്പോൾ ഒരു ഭംഗിയേക്കാളും രസമല്ല. നമ്മുടെ ഈത്തപ്പഴം ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്ക് അതെടുത്ത് മാറ്റിയിട്ട് നേരെ എന്താണ് ചട്ടപ്പുട്ട് വയ്ക്കാം. ഈ പഴം ഇങ്ങനെ എല്ലാവർക്കും ഒന്നും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. നമ്മളല്ലെങ്കിൽ മറ്റേ സാധാരണ ചെയ്യുക ഇഡ്ഡലി ചെമ്പെടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഇല്ലേ, അത്ര ആളുകളൊന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും താല്പര്യമില്ല. ഇത് ഏറ്റവും കൂടുതൽ തലേ ദിവസത്തെ മീൻകറിയില്ലേ, ആ മീൻകറിയുടെ ചാറ്, അതും പ്രത്യേകിച്ച് മത്തിക്കറി, മാങ്ങയിട്ടൊക്കെ വെച്ച മത്തിക്കറിയുടെ ചാറും പുട്ടും കൂടെ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പറഞ്ഞപ്പോൾ തന്നെ വയറ് വെള്ളം വന്നത് കാര്യം. അല്ലെങ്കിൽ പിന്നെ ബീഫും പുട്ടും അങ്ങനെ. അതും കഴിഞ്ഞിട്ടാണ് കടല പപ്പടം പുട്ട് അല്ലെങ്കിൽ പയറ് പപ്പടം പഴം കോമ്പിനേഷനൊക്കെ. പുട്ടുണ്ടല്ലോ, പുട്ടുണ്ടല്ലോ. ഇതിൽ ഇങ്ങനെ സ്റ്റീമൊക്കെ വരുമ്പോഴത്തേക്കും പുട്ട് ആയി എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. നമുക്ക് അങ്ങനെ എടുക്കാം. ആവി ഉറക്കുന്ന പൊട്ടേ. പണ്ടത്തെ പോലെ തള്ളി മറിക്കുന്ന പുട്ടല്ല, ഇപ്പം കമത്തുന്ന പുട്ടാണ്. ഈ തള്ളി മറിക്കുന്നത് പുട്ടല്ല, പഴമാണ്. ഒരാവശ്യമില്ല, ചൂടാറിയിട്ട് പതിച്ച് ഇതാക്കിയാൽ മതി. പക്ഷെ അങ്ങനെയല്ല, സമയമില്ല. പറഞ്ഞ പോലെ ഒരാൾക്ക് പുട്ട്, ഒരാൾക്ക് ദോശ, ഇതൊക്കെയാണ് ഇവിടുത്തെ കലാപരിപാടികൾ. രാവിലെ ഇങ്ങനത്തെ ക്ലീശ അലമ്പ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എല്ലായിടത്തെയും പോലെ. ഏറെക്കുറെ എല്ലായിടത്തും അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ. കുറച്ച് നെയ്യൊക്കെ ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ മുട്ട റെഡി. ഇങ്ങനെ അങ്ങനെ കോഴിമുട്ടയൊക്കെ മുറിച്ചൊക്കെ വെച്ചിട്ട് പല രീതിയിലൊക്കെ മുറിച്ച് വയ്ക്കാം. ഭംഗിയിലൊക്കെ. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. പയറ് ഇതും കൂടി ഇങ്ങനെ ഇട്ടിട്ട് അപ്പം ഇങ്ങനെ ഭംഗിയിൽ കളർഫുള്ളായിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കും കഴിക്കാൻ തോന്നില്ലേ? കഴിക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പയറും കൂട്ടിയിട്ട് അടിപൊളി. അയ്യോ മറന്നു. അതായത് ഇങ്ങനെയുള്ള വീഡിയോസും റെസിപ്പീസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം?
എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ആ ബെല്ലൈക്കണില്ലേ അതൊന്ന് പ്രസ് ചെയ്തിട്ടേക്കും. അപ്പോൾ ഇങ്ങനത്തെ അടിപൊളി കിഡു ഐറ്റംസൊക്കെ ആയിട്ട് ഇനിയും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.